ഫ്രണ്ട്സ്, അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതില്ലേ ഒരു കേക്കാണ്. കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് കേക്ക്, കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നമുക്ക് ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ നമുക്ക് വിപ്പിംഗ് ക്രീമും ഒന്നും ഇല്ലാതെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയ സിമ്പിൾ കേക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? ഇപ്പോൾ കാണുന്നതിന് മുന്നേ എൻ്റെ കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താലേ ഇനി പുതിയതായിട്ട് ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് ഫ്രൂട്ട് ജാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്രേപ്പ് ജ്യൂസും പൈനാപ്പിൾ ജ്യൂസും ഞാൻ എടുത്തിട്ട് അരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ അതിലേക്ക് വെക്കാം. എന്നിട്ട് ആദ്യം നമുക്ക് ഗ്രേപ്പ് ജ്യൂസ് കൊണ്ട് ഒരു ജാം ഉണ്ടാക്കണം. അപ്പോൾ മധുരമൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, ഇതിൽ നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ളതായിരുന്നു. എന്നിട്ട് നമ്മളിങ്ങനെ ഇളക്കി ഫ്ലെയിമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ ഒരു ജാം പരുവത്തിലാക്കിയെടുക്കണം. കുറച്ച് സമയം എടുക്കും അങ്ങനെ ആക്കിയെടുക്കാം. അപ്പോൾ ഇതൊരു പകുതി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ഇടാം കേട്ടോ ആവശ്യത്തിന്. അപ്പോൾ പിന്നെ കുറവാണെങ്കിൽ പിന്നെ ചേർത്താൽ മതി. എന്നിട്ട് നമ്മൾ പിന്നെയും ഇതേപോലെ ഇങ്ങനെ കുറുക്കിയെടുക്കാം. ഒരു 10 മിനിറ്റോളം എടുക്കും. അങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ കണ്ടോ, ഫൈനലി ഇത് നമ്മൾ കാണാം, നല്ല തിക്ക് ജാം പോലെ വന്നിട്ടുണ്ട്. ഇനി കുറച്ചൊന്ന് ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് പാലതിൽ ഒഴിക്കുക, ഒരു സ്പൂൺ പാലൊഴിക്കുക. എന്നിട്ട് പിന്നെയും ഇതേപോലെ നല്ലോണം ഇങ്ങനെ ഇളക്കിയിട്ട് നമുക്ക് ഇറക്കി വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് പൈനാപ്പിൾ ജാം ഉണ്ടാക്കണം. അപ്പോൾ വേണമെങ്കിൽ 2 പേരൊക്കെ ഉണ്ടെങ്കിലേ ഒരാൾക്ക് അതും ഒരാൾക്ക് ഇതൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ചക്കയാണ് ഉണ്ടാക്കണത്. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ ജാം കൂടി ഉണ്ടാക്കാം. ഇനി പൈനാപ്പിൾ അത്യാവശ്യം പഞ്ചസാരയൊക്കെ ഇടുക. എന്നിട്ട് ഇതേപോലെ തന്നെ കുറുക്കി എടുക്കുക. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ജാം റെഡിയായി. ഇത് കുറച്ച് എമൗണ്ട് ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീമാണ് ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം അതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. വെളിച്ചെണ്ണ അങ്ങനെയൊന്നും ഉപയോഗിക്കരുത്. പിന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഗീ ഓർ ബട്ടറാണ്. നമുക്കതില്ലാത്തതുകൊണ്ട് നമ്മൾ ഇട്ടതേ ഉള്ളൂ. എന്നിട്ട് അതിലേക്ക് നമ്മൾ 2 സ്പൂൺ മൈദപ്പൊടി ഇടുകയാണ്. എന്നിട്ട് അത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ആ ഓയിലിൽ കിടന്നിട്ട് മൈദ നല്ലോണം ഒന്ന് റോസ്റ്റ് ആയി കഴിഞ്ഞാൽ കരിഞ്ഞു പോകാതെയൊക്കെ നോക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് പാലൊഴിക്കുക. പാലൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിമൊക്കെ കുറച്ചിടണം. കുറച്ചിട്ടിട്ട് നന്നായിട്ട് ഇതേപോലെ നല്ല തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. കണ്ടോ, അപ്പോൾ നല്ല ക്രീം പരുവായിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒരു 2 ഡ്രോപ്പ് വാനില എസൻസ് ഒഴിക്കുക. വാനില എസൻസ് കൂടി പോരുത്. എന്നിട്ട് അത് ഒഴിച്ചിട്ട് പിന്നെയും നല്ലോണം, അപ്പോൾ തീ നല്ല കുറവിലായിട്ട് ഇട്ടിരിക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മളിത് മിക്സിയിൽ അടിക്കാൻ പോകാം കേട്ടോ. കുറച്ച് പഞ്ചസാര ഇട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് പാലും കൂടി ഒഴിക്കുക. അപ്പോൾ നമ്മൾ എന്നിട്ട് പാലും കൂടി ഒഴിച്ചിട്ട് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ക്രീമായിട്ട് കിട്ടും. കേക്കിനൊക്കെ പരുവത്തിനായിട്ടുള്ള ക്രീമായിട്ട് കിട്ടും. കാണിച്ചു തരാം. ഇതേ മിക്സിയിലിട്ടിട്ട് അടിക്കാൻ പോവാം നമ്മൾ. അപ്പോൾ കണ്ടോ, ക്രീം കണ്ടോ, അടിപൊളി ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് റെഡിയാക്കാൻ വേണം. അങ്ങനെ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇതേ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു 4-5 ബ്രെഡ് എടുത്തിട്ട് സൈഡൊക്കെ നന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിതേ ഒരു പീസ് എടുക്കാം. ഒരു പീസ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് നനഞ്ഞ് കിട്ടണം. എന്നിട്ട് അതവിടെ വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള പൈനാപ്പിൾ ജാമില്ലേ, അത് നന്നായിട്ട് നല്ലോണം ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. നമുക്ക് പൈനാപ്പിൾ ജാം ഒരു ലെയറിക്കുള്ളതേ ഉള്ളൂ. മുന്തിരി ജാം കുറച്ചുണ്ട് അധികം. എന്നിട്ട് അത് നന്നായി തേക്കുക. തേച്ചിട്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് ഒരു ബ്രെഡ് വെച്ചു. സെയിം പ്രൊസീജിയർ തന്നെ. അതിൻ്റെ മുകളിൽ നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിക്കുക. എന്നിട്ട് നമ്മളിതേ നെക്സ്റ്റ് നമ്മുടെ മുന്തിരി ജാമില്ലേ, അത് കുറച്ച് കട്ട് ചെയ്യണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മളത് നല്ലോണം ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. കണ്ടോ, നെക്സ്റ്റ് ഇതേ സെയിം നമ്മളൊരു ബ്രെഡ് വെച്ചു. അഗെയിൻ ഷുഗർ സിറപ്പ് ഒഴിച്ചു. എന്നിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീമില്ലേ, ആ ക്രീം നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ. ഇനി നമ്മൾ ഇതേപോലെ നെക്സ്റ്റ് ബ്രെഡ് വയ്ക്കുക. എന്നിട്ട് കുറച്ചുകൂടി ഷുഗർ സിറപ്പ് ഒഴിക്കണം. ഒരുപാട് ഒഴിക്കരുത് കേട്ടോ, കാരണം നമ്മൾ എല്ലാ ലെയറിലും മധുരമുണ്ട്. പിന്നെ അതിന് മുകളിൽ നമ്മുടെ മുന്തിരി ജാം വെച്ചു. പിന്നെ ലാസ്റ്റ് ബ്രെഡ് വെച്ചു. എന്നിട്ട് അതിന് മുകളിലും കൂടി അവസാനമായിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് നമ്മൾ അഗെയിൻ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നല്ലോണം കേക്ക് കവർ ചെയ്യാൻ പോവുക. അപ്പോൾ കണ്ടോ, നമ്മൾ കേക്കിൽ ക്രീം ഇത് 4 സൈഡിലും നമ്മൾ നല്ലോണം ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ അതേ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ അങ്ങ് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൂസ്റ്റിൻ്റെ പൊടി എടുത്തിട്ട് ഒരു ചെറിയ ലവ് ഷേപ്പ് ഉണ്ടാക്കി, പിന്നെ കുറച്ച് പൊമഗ്രനേറ്റ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് നമ്മൾ സൈഡിലൂടെയൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്യാൻ പോവാണേ. അപ്പോൾ കണ്ടോ, ഞങ്ങൾ പറ്റുന്ന പോലെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡിൽ ബൂസ്റ്റിൻ്റെ പൊടി വെച്ചിട്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാം. അപ്പോൾ കണ്ടോ, നമ്മുടെ അടിപൊളി കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നന്നായി തണുപ്പിച്ചിട്ടാട്ടോ കഴിച്ചത്. അപ്പോൾ നല്ല കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ആ ലെയറുകൾ കഴിക്കുമ്പോഴേ ആ മുന്തിരിയുടെയും പൈനാപ്പിളിൻ്റെയും പിന്നെ ഈ ക്രീമിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും നമ്മൾ ക്രീം കേക്ക് കഴിക്കുന്ന പോലെയൊക്കെ തന്നെ. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ നമുക്ക് വിപ്പിംഗ് ക്രീം ഒക്കെ അവൈലബിൾ അല്ലാത്ത സമയത്തും പിന്നെ ഇത് ഞാൻ ബട്ടറൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റായിട്ട് ഇത്രയും ഇൻസ്റ്റൻറ്റ് കേക്ക് ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല നല്ല റെസിപ്പീസും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ. ബൈ ബൈ.